അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മുണ്ടക്കൈ ദുരന്തം, അതേപോലെ കോവിഡ്, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. ഹ്യൂമൻ ഈസ് സോഷ്യൽ ആനിമൽസ് എന്നുള്ളൊരു പാഠം. അതായത് കൊളാബറേഷൻ, നോ കോമ്പറ്റീഷൻ. കൊളാബറേഷൻ്റെ കാലമാണിത്. പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ചും സ്നേഹിച്ചും മനുഷ്യനൊരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുക. മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ, കോവിഡ് ഉണ്ടായപ്പോൾ നാം അനുഭവിച്ചതാണത്. ചർച്ചിലും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ ആളുകളെ താമസിപ്പിച്ചുകൊണ്ട് ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാവരും മെയ് മറന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയായിരുന്നു. അവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ വിവേചനം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കേണ്ടവരാണ് മനുഷ്യർ എന്നുള്ളൊരു പാഠം ഈ മുണ്ടക്കൈ ദുരന്തവും അതേപോലെ തന്നെ കോവിഡും സമാനമായ മറ്റു പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം ആണ്. പക്ഷേ എന്നാലും പഠിക്കാത്ത പലരും ഉണ്ട്. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഭാഷയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലുമൊക്കെ മാറ്റി നിർത്തുന്നവരുണ്ട്. മഹാനായ ഷെയ്ഖ് റിഫായി, അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവൻ്റെ ആണ്ടിൻ്റെ മാസമാണല്ലോ. ജമാഅത്തുൽ അവ്വൽ മാസത്തിലാണ് മഹാനവറുകളുടെ ആണ്ട്. മഹാനവറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലസ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് സ്വാന്തന പ്രവർത്തനം. ആളുകളെ ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക, സ്വാന്തനപ്പെടുത്തുക. അവിടെ മതമോ ജാതിയോ ഒന്നുമില്ല. ഇനി മനുഷ്യനും ഇല്ല. മുണ്ടാപ്രാണികളോടും മൃഗങ്ങളോടും ഒക്കെ കാരുണ്യവും സ്നേഹവും മമതയും അവർക്കൊക്കെ സാന്ത്വനം പകരാനും മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഒരിക്കൽ മഹാനവറുകൾ ഒരു നായ, ആ നായക്ക് കുഷ്ഠരോഗം ബാധിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ അകറ്റി നിർത്തുന്ന നായ മഹാനവറുകളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ നായയെ വിജനമായൊരു സ്ഥലത്ത് മരുഭൂമിയിൽ കൊണ്ടുപോയി പന്തലൊക്കെ കെട്ടി അദ്ദേഹം പരിചരിച്ചു, ശുശ്രൂഷിച്ചു, മരുന്ന് കൊടുത്തു, ചികിത്സിച്ചു, വെള്ളം ചൂടാക്കി കുളിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് 40 ദിവസം കൊണ്ട് സുഖം പ്രാപിച്ചു നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ നായ, ആളുകളൊക്കെ അവഗണിക്കുന്ന, മാറ്റി നിർത്തുന്ന, രോഗം ബാധിച്ച ഈ നായ, നിങ്ങൾ ഇത്രമേൽ അതിനെ പരിഗണിക്കാനും ശുശ്രൂഷിക്കാനും പരിചരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ മറുപടി ഇതായിരുന്നു: നാളെ പരലോകത്തെത്തുമ്പോൾ എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കും, അല്ല അഹമ്മദ്, ഇങ്ങനെ ഒരു നായ നിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അതെ. ആ നായക്ക് അതിൻ്റേതായ രോഗം ബാധിച്ചതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നത് നീ കണ്ടില്ലേ? അതെ. അത്തരമൊരു അസുഖം നിനക്ക് വരുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഇതുപോലത്തെ അസുഖം, സെയിം കേസ് എനിക്കും വരാം. അതുകൊണ്ട് ഈ നായയെ ഞാൻ പരിചരിക്കണമെന്ന് നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം മുട്ടുകയില്ലേ? ഞാനെന്ത് മറുപടി പറയും? ആ ഒരൊറ്റ ചിന്തയാണ് ഈ നായ ഈ രീതിയിൽ പരിഗണിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ന് മഹാനവറുകൾ മറുപടി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ അടുത്ത് കോഴിക്കോടിൽ സംഭവം നടന്നു. ഒരാൾ ആക്സിഡൻറ്റിൽ പെട്ടു, നെടു റോട്ടിൽ വീണ് രക്തം വാർന്നൊഴുകുമ്പോൾ ഒരു ഓട്ടോക്കാരൻ അവിടെ വന്നു, അവൻ തിരിച്ചുപോയി. പിന്നെ ഒരു ജീപ്പുകാരൻ വന്നു, അവനും ഇത് കണ്ട് തിരിച്ചുപോയി. ഇതൊക്കെ CCTV ക്യാമറയിൽ വ്യക്തമായ ദൃശ്യങ്ങളാണ്. പിന്നീട് ഒരു പോലീസ് വണ്ടി വന്നു, അവരും ഒന്നും ചെയ്യാതെ നോക്കി നിന്നു. പിന്നീട് ഒരു ആംബുലൻസ് വന്നതിന് ശേഷമാണ് ആ അപകടത്തിൽപ്പെട്ട ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അപ്പോഴേക്കും അരമണിക്കൂർ വൈകി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു നായക്ക് കുഷ്ഠരോഗം പിടിപെട്ടപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ റബ്ബ് ചോദിക്കുമെന്നുള്ള ഭയം കാരണത്താൽ അതിനെ പരിചരിക്കാനും ശുശ്രൂഷിക്കുവാനും മഹാനായ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ തയ്യാറായെങ്കിൽ നടുറോട്ടിൽ രക്തം വാർന്ന് പിടഞ്ഞ് മരണവുമായി മുഖാമുഖം കണ്ട് പ്രയാസപ്പെടുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ പോലും നമ്മുടെ മനസ്സ് ഭാഗപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെയാണ് മഹാനവറുകളുടെ കഴിവും ആത്മീയതയും ജീവകാരുണ്യ പ്രവർത്തനവും നാം വിലയിരുത്തേണ്ടത്.
പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സും പാകപ്പെടണം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്താനും നമ്മളാൽ കഴിയുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ, അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ സഹായിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ നാം മുമ്പോട്ട് വരികയാണ് വേണ്ടത്. കൊളാബറേഷൻ്റെ കാലമാണ്. കോമ്പറ്റീഷൻ്റെ കാലം കഴിഞ്ഞു. കൊളാബറേഷൻ, നോ കോമ്പറ്റീഷൻ. മുണ്ടക്കൈ ദുരന്തവും അതേ പ്രകാരം തന്നെ കോവിഡുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. ആ പാഠം ഇതാണ്: ചർച്ചുകളിലും അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ നാനാജാതി മതസ്ഥരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അന്തി ഉറങ്ങുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. ആയതുകൊണ്ട് ഈ സ്നേഹവും മമതയും കാരുണ്യവും സ്വാതന്ത്ര്യവുമൊക്കെ ഒരു മനുഷ്യനിൽ രൂപപ്പെടേണ്ട കാര്യങ്ങളാണ് എന്നുള്ള ഒരു പാഠവും കൂടി മഹാനായ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസുൽ അസീസ് അവരുടെ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് കൊണ്ടുവരും. ആ വിറക് അങ്ങാടിയിൽ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് ആ കാശ് വിധവകൾക്ക് സഹായിക്കും, രോഗികൾക്ക് സഹായിക്കും, നിരാലംബരും നിസ്സഹായരുമായ ആളുകൾക്ക്, അനാഥകൾക്ക് സഹായത്തിന് വേണ്ടി ആ കാശ് വിനിയോഗിക്കും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കും, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും. അതേപ്രകാരം അന്ധന്മാരെ കൈപ്പിടിക്കും. ഇതൊക്കെയായിരുന്നു മഹാനവറുകളുടെ ഹോബി. അതുകൊണ്ട് മഹാനവറുകളെ അനുസ്മരിക്കുന്ന ഈ മാസത്തിൽ നമുക്കും അത്തരം സാന്ത്വന പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റഹ്മതിക.